പോലീസിനെ സംബന്ധിച്ചുള്ള ഭയം നമ്മുടെ മനസ്സിൽ അമ്മമാർ തരുന്നതാണ്. ഇതുവരെ ഞാനീ പറഞ്ഞ് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം, ഇതുവരെ സ്വതന്ത്ര ഭാരതത്തിൽ ജനിച്ച ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടായിട്ടില്ല. ഇപ്പോഴും നമ്മൾ അടിമത്ത കാലത്തിനോട് എത്ര അടുത്താണ് നമ്മൾ മനസ്സിലാക്കണം. വികാരം കൊണ്ട് ജനിച്ചു വീണ സമയത്തെ അന്തരീക്ഷം കൊണ്ട്, അവരുടെ മാതാപിതാക്കൾ വളർന്ന സാഹചര്യങ്ങൾ കൊണ്ട്, അവരുടെ മാതാപിതാക്കൾ ഉണ്ടായിരുന്ന പോലീസിനെ സംബന്ധിച്ചുള്ള ധാരണ കൊണ്ട് നോക്കുകയാണെങ്കിൽ നമ്മളെ ഭരിച്ചവരാരും തന്നെ സ്വതന്ത്ര ഭാരതത്തിൽ പിറന്നു വീണ് വളർന്നവരല്ല. ഇനിയും ഒരു 10 കൊല്ലം കഴിഞ്ഞ് അതിന് സ്ഥിതി മാറ്റം വരേക്കാം. നമ്മുടെ ആഭ്യന്തരമന്ത്രിമാരിൽ പോലും 3 പേർ മാത്രമാണ് ഇതുവരെ സ്വതന്ത്ര ഭാരതത്തിൽ ജനിച്ചവർ ആഭ്യന്തരമന്ത്രിമാർ ആയത്. അപ്പോൾ അങ്ങനെ ചരിത്രപരമായ ഒരു ഭാണ്ഡക്കെട്ട് പോലീസിൻ്റെ ആന്തരിക സംസ്കാരത്തിന്മേൽ കടുത്ത നിയന്ത്രണം പുലർത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജനാധിപത്യപരമായിട്ട് വളരെ വളർന്നിട്ടുണ്ട്. ഇന്ന് ഇവിടെ എറണാകുളത്തൊരു പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഉള്ള രീതിയും 60 കൊല്ലം മുമ്പുണ്ടായിരുന്ന രീതിയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. നമ്മൾ വളരെ മാറിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ വേണ്ടത്രോളം മാറിയിട്ടില്ല. ഇതിനേക്കാൾ കൂടുതൽ നമ്മൾ മാറേണ്ടതായിരുന്നു. അപ്പോൾ കൂടുതൽ ജനാധിപത്യപരമായി മാറുന്നതിന് വേണ്ടിയുള്ള പ്രവണതകൾക്ക് ജനങ്ങളുമായിട്ട് ഇടപെടുന്ന, ഭീതി കൂടാതെ ജനങ്ങൾക്ക് സമീപിക്കാവുന്ന ഒരു പോലീസ് വേണം. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യം കൂടി ഇവിടെ പറഞ്ഞേക്കാം. ഒരു രാജ്യത്തിൻ്റെ, ഒരു പ്രദേശത്തിൻ്റെ പൊതു സംസ്കാരം അളക്കുന്നതിന് ഒരു ചെറിയ അളവുകോലുണ്ട്. ആ അളവുകോല് ജനങ്ങളുടെ ഇടയിൽ ജനങ്ങളെല്ലാം കൂടി ഒരു കള്ളനെ പിടിച്ചാൽ ജനങ്ങൾ ആ കള്ളനോട് എങ്ങനെ പെരുമാറും. 2, ഒരു കുട്ടി വഴിയിൽ വഴി അറിയാതെ പോകുന്നു, അതിൻ്റെ വഴി അറിയാതെ കുട്ടി പകച്ചു നിൽക്കുന്നു. അല്ലെങ്കിൽ ഒരു സ്ത്രീ അർദ്ധരാത്രിക്ക് ഒരു ബസ് സ്റ്റേഷനിൽ ഇറങ്ങി നിരാലംബയായി നിൽക്കുന്നു. അല്ലെങ്കിൽ പ്രായപൂർത്തിയായ വയസ്സനായ ഒരാൾ അവശനായി റോഡ് സൈഡിൽ ഇരിക്കുന്നു. ഇവർ 3 പേരും സഹായത്തിന് വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമോ ഇല്ലയോ, ഇവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമോ ഇല്ലയോ, ഇത് രണ്ടുമാണ് യഥാർത്ഥത്തിൽ ഒരു പൊതുജന സംസ്കാരത്തിൻ്റെ അളവുകോൽ. നല്ല ജനാധിപത്യം ഉണ്ടെങ്കിൽ ഇവർ 3 പേരും പോലീസ് സ്റ്റേഷനിൽ പോകും. ബാക്കി ആദ്യത്തെ കള്ളനെ പിടിച്ചാൽ അവനെ അടിച്ച് നമ്മുടെ അട്ടപ്പാടിയിലെ മധുവിന് സംഭവിക്കാത്തതുപോലെ അവനെ പിടിച്ച് നിയമപരമായി അവനെ പോലീസ് സ്റ്റേഷനിൽ